കശ്മീരിലെ ന്യൂസൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി പോയി കേട്ടോ. നൂൽപുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ ഈ ഇടിയപ്പത്തിന് നൂൽപുട്ട് എന്നാണ് കേട്ടോ വിളിക്കുക. ഹസ്ബൻഡിന് പോകാനുള്ളതുകൊണ്ട് ഞാൻ ആൾക്ക് വേഗം ഭക്ഷണമൊക്കെ കൊടുത്തു. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകണം. അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് ഞങ്ങൾ കേട്ടോ. ഞങ്ങൾ താനൂർക്കട ഒരു വലിയ പ്രശ്നമായിരുന്നു, താനൂർ റെയിൽവേ ക്രോസ് കേട്ടോ. അതിന് മുകളിലൂടെ ഒരു ഫ്ലൈ ഓവർ പണി കഴിക്കുന്നുണ്ടായിരുന്നു. അത് കുറേ പ്രശ്നമായിട്ട് ഇങ്ങനെ മുടങ്ങി കിടക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഇതിലൂടെ എടുത്താണ് കേട്ടോ വണ്ടി. പൊതുവേ എല്ലാവരും പറയും ഞാനൊരു അമ്പലവാസിയാണല്ലോ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അമ്പലത്തിൽ പോകുമ്പോൾ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഇടുന്നു, അത്രയേ ഉള്ളൂ. കുറച്ച് നേരം ചുറ്റിക്കറങ്ങി ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ കയറാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും ഞാൻ അമ്പലത്തിലേക്ക് വരാറുണ്ട്. ഇതിപ്പോൾ അമ്മ വിളിച്ചതുകൊണ്ട് മാത്രം വന്നതാണ് ഇന്ന്. എന്തോ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനമാണ്. എൻ്റെ അമ്മയും ചേച്ചിയും അനിയത്തിയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ചേച്ചിയും മോളും കൂടെ മുറ്റത്ത് ബോൾ കളിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്താം കേട്ടോ. ഇതെൻ്റെ അനിയത്തിയാണ് അശ്വതി, ഒരു ഡാൻസറാണ് ആൾ. ഇതെൻ്റെ ചേച്ചി തുളസി. പിന്നെ എൻ്റെ പേര് തുഷാര, താനൂരിൽ വേറെ ഒരു നാട്യമ്പുറത്തുകാരി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അനിയത്തി ഈവനിങ് സ്നാക്സ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. വന്നപ്പോൾ അതിൽ മയോണൈസ് കാണാനില്ല. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കുറച്ച് മയോണൈസ് ഉണ്ടാക്കി, അതും കഴിച്ച് അവിടുന്ന് ടാറ്റാ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ പിള്ളേർ മുറ്റത്ത് ഷട്ടിൽ കളിക്കുന്നു. എങ്കിൽ പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം ഷട്ടിൽ കളിക്കാമെന്ന് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ചേച്ചി പറഞ്ഞത് നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഞാനും ചേച്ചിയും കൂടെ. ചേച്ചിയുടെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. ചേച്ചി ബിരിയാണിയും അതുപോലെ കുഴിമന്തിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. ചേച്ചിയുടെ റെസിപ്പി ഞാൻ ഒരിക്കൽ വീഡിയോ ആക്കി ഇടാം കേട്ടോ. എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് തോന്നാറുണ്ട് ചേച്ചിയുടെ കുഴിമന്തിയൊക്കെ കേട്ടോ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന്. ഞങ്ങൾ എന്തിനും പോകുന്നൊരു 8-10 പേര് ഈ വീട്ടിലുണ്ട് കേട്ടോ. ഇതൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. തറവാട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബിരിയാണി കഴിച്ചിട്ട് ഞാൻ എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.